ഈ അനീഷ് എന്ന് പറയുന്ന ഈ മത്സരാർത്ഥിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതിപ്പോ അന്ന് അത്രയും വലിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി, അവിടെ ലിവിംഗ് റൂമിൽ തല്ല് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെ പോയി വളരെ മെച്യൂർ ആയിട്ട് അനീഷ പാല് തുടയ്ക്കുന്നതും ഒക്കെ നമ്മള് പോസിറ്റീവായിട്ട് പറഞ്ഞിരുന്നു. നമ്മൾ നമ്മുടെ വീഡിയോയിൽ അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. കാരണം അത്രയും മെച്യൂർ ആയിട്ട് അവിടെ ഒരാൾക്ക് മാത്രമേ പെരുമാറാൻ പറ്റുകയുള്ളത് അനീഷിനാണ്. അനീഷ് അത് വളരെ നല്ലതായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്തു ആ ഒരു ഇഷ്യൂ. ഇതിപ്പോഴാണേലും ഈ ഒരു എപ്പിസോഡിന്റെ അവസാനം കാണിച്ചൊരു സംഭവമാണ്. അക്ബറും നെവിനും ജയിലിൽ കഴിയുകയാണ്. നൂറയാണ് അവരെ ജയിലിൽ അടച്ചത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് ജയിൽ പീരീഡ് കിട്ടിയത് ഇവർക്ക് രണ്ടുപേർക്കുമായിരിക്കും, അക്ബറിനും നെവിനും. നെവിന് ഒരു തവണ ജയിലിൽ പോകാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അക്ബറിനാണ് ഏറ്റവും കുറവ് ജയിൽ ടൈം കിട്ടിയിട്ടുള്ളത്. ആര്യനാണെങ്കിൽ ജയിലിൽ പോകാതെയാണ് ഈ 80 ദിവസവും കളിച്ച് പുറത്തായത്. അപ്പോ അക്ബറും നെവിനും ആ ജയിലിൽ കിടക്കുകയാണ്. അങ്ങോട്ടേക്ക് അനീഷ് പോകുന്നു. അനീഷ് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഇതൊക്കെ അങ്ങ് കടന്നു പോവും, സാരില്ല, അതൊക്കെ കടന്നു പോവും എന്ന് അനീഷ് പറയുന്നു. അത് അക്ബർ ചിരിച്ചോണ്ട് വിളിക്കുന്നുണ്ട്, അനീഷേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് അനീഷ് പറയുന്നത് സാരില്ല, അതൊക്കെ കടന്നു പോകും എന്ന് അനീഷ് പറയുന്നുണ്ട്. അത് ആ സമയത്ത് അവർക്ക് കൊടുക്കുന്ന ഒരു ആശ്വാസം എന്ന് പറഞ്ഞത് ചെറുതൊന്നും അല്ല. അനീഷ് അത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് അനീഷിന് അത് അറിയാവുന്നത്. ആ ഒരു ഫീലിങ് 4-5 തവണ ഈ അക്ബർ തന്നെ നോമിനേറ്റ് ചെയ്ത് അനീഷ് ജയിലിൽ പോയിട്ടുള്ളതാണ്. അക്ബറും അക്ബറിന്റെ പരിവാരങ്ങളും നോമിനേറ്റ് ചെയ്ത് ജയിലിൽ പോയിട്ടുള്ളതാണ്. അപ്പോൾ അനീഷിനെ അറിയാം കറക്റ്റ് ഹൗ ഇറ്റ് ഫീൽസ്. അത് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അനീഷ് അവിടെ പോയി. അങ്ങനെ ആ ഒരു ചെറിയ 2 വാക്കിലാണെങ്കിൽ പോലും അനീഷിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നിട്ട് പിന്നെ അക്ബർ എന്ന് പറയുന്ന ഈ പുള്ളി നന്ദിയില്ലാത്ത ഈ അക്ബർ എന്ത് ചെയ്യുന്നു, സാബുമാൻ ആ വഴി വരുന്ന സമയത്ത് സാബുമാനോട് സംസാരിക്കുന്നുണ്ട്. സാബുമാനുമായിട്ട് ഇങ്ങനെ 1-2 പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഓർത്തിട്ട് നീ എന്നോട് മിണ്ടാന്നും ഇരിക്കല്ലേടാ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോ ഇത് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു കാര്യമില്ല കേട്ടോ, വെറുതെ പറയുകയാണ് അനീഷേട്ടൻ ഭയങ്കര സെലക്റ്റീവാ. സാബുമാനാണ് എപ്പോ തരം കിട്ടിയാലും അനീഷിന്റെ എന്തെങ്കിലും ഒരു കുറ്റം അക്ബറിന്റെ അടുത്ത് പറയുന്നത്. അപ്പോ അനീഷേട്ടൻ പറയുന്നുണ്ട് എല്ലാവരും അതാടാ, അനീഷേട്ടൻ ഭയങ്കര സെലക്റ്റീവാ, ഷാനവാസിക്ക ഭയങ്കര സെലക്റ്റീവാ, ഷാനവാസിക്ക നിങ്ങളോടുള്ള ഗ്രഡ്ജ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടെന്നും സാബുമാൻ പറയുന്നുണ്ട്. അപ്പൊ അക്ബർ പറയുന്നുണ്ട് എല്ലാവരും സെലക്റ്റീവാടാ, അനു അതില ഇവരെല്ലാവരും സെലക്റ്റീവാ. ഒറ്റപ്പെടൽ ഗെയിമിലേക്കാണ് അക്ബർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒറ്റപ്പെടൽ സിമ്പതി ഗെയിമിലേക്കാണ് അക്ബർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം. അങ്ങനെ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് അക്ബർ 4 വോട്ട് പിടിക്കട്ടെ, അതായിരിക്കും അക്ബറിന് നല്ലത്. അല്ലാതെ ഈ കുരുതി കൊടുത്തുള്ള ഈ പരിപാടിയൊക്കെ മിക്കവാറും ആര്യന്റെ എവിക്ഷനോടെ നിർത്തുമെന്നാണ് തോന്നുന്നത്. കാരണം നെവിൻ ഒരു ഇൻഡിവിജ്വൽ ഗെയിം ഉണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നെവിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രീതിയിലുള്ള നെവിന്റെ ഒരു പരിപാടിയിലൂടെ നെവിൻ കയറി പോകുമായിരിക്കും, എനിക്കറിയില്ല, എന്റെ പ്രഡിക്ഷനാണ് പറയുന്നത്. അക്ബർ അവിടെ വേറെ തന്നെ ഒരു സാധനം കളിച്ചു പോകുന്നതായിരിക്കും അക്ബറിന് നല്ലത്. ഒറ്റപ്പെടൽ സാധനം കളിക്കുന്നതാണ് അക്ബറിന് ഏറ്റവും നല്ലത് ഈ ഒരു പോയിന്റിൽ. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇവര്, അനീഷേട്ടൻ സെലക്റ്റീവ് ആണ്, അനീഷേട്ടൻ ഏറ്റവും വലിയ ഇതാണ്, മനസ്സിലായില്ലേ, അനീഷാണ് ഇവരുടെ ഇപ്പോഴത്തെ എതിരാളി, ശത്രു. നല്ല കാര്യം, അങ്ങനെ ഗെയിം കളിക്കട്ടെ. അനീഷിനെതിരെ കളിച്ച് നല്ല 4-3-7 വോട്ട് നേടി അക്ബർ ഫിനാലിലേക്ക് എത്തട്ടെ, അതായിരിക്കും അക്ബറിന് നല്ലത്. അല്ലാതെ വെറുതെ അനുമോളുടെ പുറകെ പോയി അക്ബർ നെഗറ്റീവ് ആവുകയുള്ളൂ. അത് അക്ബറിന് ഇപ്പം എനിക്ക് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കൂടി പിടികിട്ടിയെന്നാണ് തോന്നുന്നത്. അപ്പൊ അതാണ്, ഗെയിം മാറ്റാനുള്ള പുറപ്പാടാണ്, മാറ്റട്ടെ, അതായിരിക്കും നല്ലത്. നല്ലതിന് വേണ്ടിയാണ് മക്കളെ, നിങ്ങൾ ഗെയിമൊക്കെ മാറ്റി കളിക്കൂ, കളം മാറ്റി ചവിട്ടൂ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.